ആരെങ്കിലും വിശ്വസിക്കോടാ? നമ്മൾ ആരെങ്കിലും വിശ്വസിക്കോ ഇതൊരു മലയാളിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ആദ്യം ഹോളിവുഡിൽ പോയി ഇങ്ങനെയൊക്കെ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർ അഭിനയിക്കുക ഫിലിമിൽ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഇത് അറിയുന്നത് വരെ നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് കണ്ണൂർ പയ്യന്നൂരുകാരൻ ഇബ്രാഹിം അഷ്ഫാഖ് 5 ഫിലിം ഇന്ന് ഹോളിവുഡിൽ അഭിനയിച്ചു. അതിൽ ഫസ്റ്റ് മോസ്റ്റ് ആയിട്ട് ഒരു മൂവി ഇറങ്ങിയിരുന്നു. നിങ്ങളെല്ലാ ഒരു മൂവി കാണാത്തൊരു വളരെ കുറച്ചായിരിക്കും, ലാസ്റ്റ് ബ്രീത്ത് എന്നുള്ള ഒരു മൂവി. അതായത് ഈ മണി ഈസ്റ്റിലൊക്കെ ആക്ടർമാരെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മൂവിയാണ്. ആ ഒരു ഫിലിമിൽ അത്യാവശ്യം ഫേസ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസ് ഉള്ള ഉട്ടനീളം ആ ഒരു ആക്ട് അവൻ ചെയ്യുക, അല്ലെങ്കിൽ അവന് അതിൽ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞ ബോളിവുഡിൽ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞാൽ എടേ അവൻ പോലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ഇത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ ഒരു മൂവി കണ്ടതിന് ശേഷം വീണ്ടും ആളെ എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് കാണുന്ന ഈ ഒരു വ്യക്തി ഇന്ന് 5ഓളം ഫിലിം അഭിനയിച്ചാൽ ഒരു ഫിലിമാണ് ഇന്ന് ലാസ്റ്റ് ബ്രീത്ത് എന്നുള്ള ഫിലിം മാത്രമാണ് റിലീസാണ്. ഇനി 5ഓളം 4ഓളം മൂവി റിലീസാവാൻ കിടക്കുക. കേരളത്തിലുള്ള മലയാളം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ മൂവി ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും കൈകാലം പിടിച്ചു, ഒരാൾ പോലും ഒരു അവസരം പോലും കൊടുത്തില്ല. നേരെ ആൾ വിട്ടു. 5 വർഷമായിട്ട് ഇപ്പോൾ ഹോളിവുഡിലാണ്. ഇന്ന് കണ്ണൂരുകാരൻ കണ്ണൂർ പയ്യന്നൂരുകാരൻ ഇബ്രാഹിം അഷ്ഫാഖ് എന്താണെങ്കിലും കൊള്ളാട്ടോ. ഞാൻ സത്യം പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയിടാവേ. അത് അത്രയും ആക്ടിങ് തന്നെ, അല്ലെങ്കിൽ ഒരാൾക്ക് പോലും മനസ്സിലാവില്ല അതൊരു മലയാളിയാണെന്നുള്ളത്. ആരും അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. ഇന്ന് കേരളത്തിലുള്ള മിക്ക ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നുള്ളത്. എന്താണെങ്കിലോ നാലാൾ അറിയട്ടെ, നാലാൾ അറിയണമല്ലോ. നമുക്ക് തന്നെയല്ല അത് അഭിമാനം. അതിൽ കൊള്ളാമത്ത.